മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദം മാധവം. മൂകനെ വാചാലനാക്കി തീർക്കുന്നു. നടക്കാൻ പോലും കഴിയാത്ത ഒരാൾക്ക് പർവ്വതങ്ങൾ താണ്ടാനുള്ള ശക്തിയെ നൽകുന്നു. ആരുടെ കൃപയാണോ ഇത് സാധ്യമാക്കുന്നത് അദ്ദേഹത്തിനെ ഞാൻ വന്ദിക്കുകയാണ്. പരമമായ ആനന്ദ സ്വരൂപനായ മാധവനെ, വിഷ്ണുവിനെ വന്ദിക്കുകയാണ്. ആനന്ദ സ്വരൂപനായ മാധവനെ എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നുണ്ട്. നാം എല്ലായ്പ്പോഴും സച്ചിദാനന്ദ സ്വരൂപൻ എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വരൂപൻ എന്ന് വിളിക്കുന്നത്? സത്ത്, ചിത്ത്, ആനന്ദം എന്നിങ്ങനെ മൂന്ന് വാക്കുകളുടെ കൂടിച്ചേരലാണ് സച്ചിദാനന്ദൻ എന്ന പേര്. സത്ത് എന്നാൽ ഉള്ളത് എന്നും ചിത്ത് എന്നാൽ മനസ്സ് എന്നുമാണ്. അതിനുപരിയായി നിലനിൽക്കുന്ന ആനന്ദമാകുന്ന അവസ്ഥയൊന്നുണ്ട്. ആ ആനന്ദ അവസ്ഥ സത്തും ചിത്തും ഇല്ലാതെ ആയാലും ആനന്ദമായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്നും അങ്ങനെയുള്ള ആനന്ദ സ്വരൂപനാണ് മാധവനെന്നും ആ ശക്തി വിശേഷണത്തിനെയാണ് നാം വന്ദിക്കുന്നത് എന്നുമാണ് ഇവിടെ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ സത്ത എന്ന് പറയുന്നത് ഈ കാണുന്നതൊക്കെയും ചേർന്നിട്ടുള്ള മഹാപ്രപഞ്ചത്തിനെ തന്നെയാണ്, അതല്ല എങ്കിൽ പ്രകൃതിയെ തന്നെയാണ്. എന്നാൽ ഈ പ്രകൃതിയെ നിലനിർത്തുന്ന, ഈ കാണുന്നതൊക്കെയും നിലനിൽക്കുന്നത് പരമാത്മാവ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചലനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഊർജത്തിന്റെ പുറത്ത് തന്നെയാണ്. എന്നാൽ ഈ ഊർജം, ഈ പ്രകൃതി ഇല്ലാതെയായാലും സത്തും ചിത്തും ഇല്ലാതെയായാലും അതിനു മുകളിലായി നിലനിൽക്കുന്ന യാതൊന്നാണോ ഇല്ലാത്തത്, ഏതൊന്നാണോ ഉള്ളത്, അതിനെ ആനന്ദം എന്ന് വിളിച്ചു. ആ ആനന്ദത്തിനെയാണ് ഇവിടെ പരമാനന്ദ സ്വരൂപനായ മാധവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ മാധവൻ ആരാണ് എന്ന് നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുകയാണ് വേണ്ടത്.